വിശ്വാസത്തിൻ്റെ ദൃഢീകരണം, പ്രിസർവേഷൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസം നമ്മളിൽ ഉറയ്ക്കണം. യേശു ആരാണെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അതാണ് വിശ്വാസം. ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദൈവത്തെ കൈവെടിയരുത്. അത് ഈ പള്ളി ഓർപ്പിക്കുക, ഓരോ ദിവസവും നമ്മളെ ഓർപ്പിക്കുക. എത്രയോ സംഭവങ്ങൾ. വിദ്യാഭ്യാസം വർദ്ധിക്കുമ്പോൾ, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഒക്കെ തോന്നും, എന്തിനാ ദൈവം? തോന്നുന്നവർ തോന്നും. പക്ഷേ ദൈവത്തെ കൈവിടാതെ പിടിച്ചുകൊള്ളണം. ഹോൾഡ് ഓൺ ടു ക്രൈസ്റ്റ്. വിശ്വാസം തലമുറകളിലേക്ക് പകരണം, തലമുറകളിലേക്ക് പകരണം. ഈ കുഞ്ഞുങ്ങളിലേക്ക് വിശ്വാസം പകരാനാണ് ഈ പള്ളി. മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിച്ചാൽ പോരാ, ആ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. പ്രാക്ടീസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന് നല്ല ദൃശ്യഭാവങ്ങൾ. അർദ്ധരാത്രിയുടെ മധ്യവർത്തിയായി നമ്മുടെ ഇടവകയായിത്തീരണം. അടുത്തൊരു വർഷത്തേക്കുള്ള ദൂത് ഇതായിരിക്കട്ടെ: അർദ്ധരാത്രിയുടെ മധ്യവർത്തി. എന്താ ഈ അർദ്ധരാത്രി? നമ്മുടെ ചുറ്റുപാടും ധാരാളം അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ കഴിയുന്നവരുണ്ട്. അത് കാണാനുള്ള കണ്ണും നമുക്കുണ്ടാവണം. അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ ഒരു പടി പോലും മുമ്പോട്ട് വെക്കാൻ നിവൃത്തിയില്ലാത്ത ധാരാളം ആളുകളുണ്ട്. പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല, ധാരാളം ആളുകൾ. ഇത് കാണാനുള്ള കണ്ണ് നമുക്കുണ്ടാകണം. അവിടെ ഒരു മധ്യവർത്തിയായി തീരുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ പണമാകാം, നമ്മുടെ സമയമാകാം, നമ്മുടെ ആരോഗ്യമാകാം. മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ കഴിയുന്ന ആളുകളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയും. അതിന് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.